സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. അത് ബൈ പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വായിക്കുന്നതിലൂടെ ചിന്തിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലാത്തത് ആ കാര്യം ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ സ്റ്റേജ് ഫിയർ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ വളരെ പേടിയാണ്, ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരു 4-5 സെൻറ്റൻസ് എങ്കിലും ഓരോ വിഷയത്തിനെ പറ്റി ഡെയിലി നിങ്ങൾ സംസാരിച്ച് നോക്കുക. പതുക്കെ പതുക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിളിലായാലും അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ആയാലും എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ധൈര്യത്തോടെ മനസ്സിലായില്ല എന്നുള്ളത് പറയുക. നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക. നിങ്ങൾ നിങ്ങളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. ഡൗൺ ആയി പോകും എന്ന് തോന്നുമ്പോൾ ഐ ആം ഗുഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ മാക്സിമം നന്നായിട്ട് നിങ്ങളോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇനി നിങ്ങളുടെ മൈനസ് പോയിന്റ്സ് എന്താണ്, നിങ്ങളുടെ പ്ലസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണെന്ന് സ്വയം മനസ്സിലാക്കുക, സ്വയം ഒന്ന് അസസ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് തളർച്ചയൊന്നും തോന്നില്ല. നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, എന്തൊക്കെ നിറവുകളുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക. നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് നല്ല രീതിയിലുള്ള ഡ്രസ് സെൻസ് ഉണ്ടാക്കിയെടുക്കുക. നല്ല ഹൈജീൻ ആയിരിക്കുക, അതായത് വേർപ്പ് നാറ്റം അല്ലെങ്കിൽ കുളിക്കാതെയൊക്കെ പോകുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ ലൈഫിലൊന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക. ഇപ്പോൾ അവർക്ക് വില കൊടുക്കുക. നമ്മൾ മറ്റൊരാളിന് വില കൊടുത്താലേ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവരും നമ്മളെ കേൾക്കാനും നമുക്കൊരു റെസ്പെക്റ്റ് തരാനും തയ്യാറാവുള്ളൂ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളിലൂടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.